എൻ്റെ GCCയിൽ കൊറോണ വന്ന സമയത്ത് അവിടുത്തെ റൂളേഴ്സ് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ നമ്മുടെ അവിടെയുള്ള ഫുഡ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ, വലിയ ഹോൾസെയിൽ അതേപോലെ തന്നെ റീറ്റെയിൽ ചെയിനുകളുടെ ഓണേഴ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾ 3 മാസത്തേക്കുള്ള ഫുൾ ഫുഡ് അവിടെ എൻഷുർ ചെയ്യാനും അത് വന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും അതിനുള്ള സപ്പോർട്ട് അവർ ഉറപ്പുവരുത്തി. നമുക്കറിയാം പാളയം മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഈ ഹോൾസെയിൽ മാർക്കറ്റുകളെ എങ്ങനെ നമുക്ക് റീപൊസിഷൻ ചെയ്യാൻ സാധിക്കും? ഡെഫിനറ്റ്ലി. കാരണം ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫുഡ് സ്റ്റഫിൻ്റെ അവൈലബിലിറ്റിയാണ് ഏത് എക്കണോമിയുടെയും ഇൻഡസ്ട്രിയുടെയും ഒക്കെ ബേസ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ആസൂത്രണം ചെയ്യുന്ന ഏത് നഗരങ്ങളുടെയും പിൽക്കാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പം പുതുതായിട്ട് ഡിഫൈൻ ചെയ്യുന്ന നഗരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ആദ്യം എൻഷുർ ചെയ്യുന്നത് സേഫായ അതേപോലെ തന്നെ ഹൈജീനിക്കായ ഫുഡിൻ്റെ അവൈലബിലിറ്റിയാണ്. അതിനെ പ്രിസർവ് ചെയ്യാനും അതിനെ ലോജിസ്റ്റിക്സ്, അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ, പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഫെസിലിറ്റികൾ ഉണ്ടാവുക എന്നുള്ള ഇതാണ് ഏത് മാർക്കറ്റിലും പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം കൊച്ചിയിലാണെങ്കിലും അതല്ലെങ്കിൽ കാലിക്കറ്റിലാണെങ്കിലും അവിടെയൊക്കെ ഇപ്പോഴുള്ള എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റുകളിലെ രൂപപ്പെടലാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മദർ ഓഫ് ഓൾ മാർക്കറ്റ്സ് ആണ് ഫുഡ് മാർക്കറ്റ്. ഫുഡ് എന്ന് പറഞ്ഞാൽ F&B എന്ന് പറയുന്ന മൊത്തം സാധനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഴയകാല ചുങ്കങ്ങൾ, എല്ലാ സ്ഥലത്തും ചുങ്കം എന്നുള്ള പേര് നമ്മൾ നിരന്തരം ടോൾ ബൂത്തുകളാണ്. അത് മലയോര മേഖലയിൽ ഇപ്പം കൊച്ചിയാണെങ്കിൽ ഇടുക്കി പോലത്തെ മേഖലയിൽ നിന്നാണ് ഈ സ്പേസുകളും അതേപോലെ തന്നെ കുട്ടനാട്ടിൽ നിന്ന് റൈസ് പോലത്തെ പ്രൊഡക്ട്സുകളും ഇതെല്ലാം മാർക്കറ്റിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ ഇതെല്ലാം ട്രേഡ് ചെയ്യപ്പെടുന്നു. തുടക്കത്തിൽ ബാർട്ടർ സിസ്റ്റവും പിന്നീട് അതിനുശേഷം നാണയ വ്യവസ്ഥിതിയൊക്കെ കൊണ്ടുവരുന്നു. ഇതേപോലെ കാലിക്കറ്റിൽ രൂപപ്പെടുന്നു. അങ്ങനെയാണ് ഈ അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് നമ്മുടെ മറ്റെല്ലാ മാർക്കറ്റുകളും രൂപപ്പെടുന്നത്. കാരണം ബേസിക് നീഡായ ഫുഡ് എൻഷുർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിനോടനുബന്ധമായിട്ട് മറ്റെല്ലാ സാധനങ്ങളും രൂപപ്പെടുന്നത്. ഡെഫിനറ്റ്ലി കാലിക്കറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റെയിൽവേ സെൻട്രലിലൂടെ പോയിട്ടില്ലെങ്കിൽ ഫ്രം ദ കോസ്റ്റൽ സൈഡ് ടുവാർഡ്സ് നമ്മൾ പിന്നെ പാളയം മുതൽ SM സ്ട്രീറ്റ് മുതൽ ആ ഒരു റീജിയൻ മുഴുവനും ഒരു എൻ്റയർ ഒരു എക്കോസിസ്റ്റം ഉണ്ട് അവിടെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എൻ്റെ മാർക്കറ്റ്. പിന്നീട് അതേപോലെ തന്നെ ഫിഷറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ സീ ഫുഡ് അവൈലബിലിറ്റിയുടെ, പിന്നെ മീറ്റ്, അതേപോലെ തന്നെ പിന്നെ സ്പൈസുകൾ, അതേപോലെ റൈസ്, ഗ്രെയിൻസ്, ഇതിൻ്റെ എല്ലാം മാർക്കറ്റ് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതാണ് എൻ്റെ ഒരു ഫുഡ് എക്കോസിസ്റ്റം. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റീറ്റെയിൽ മിനിയേച്ചർ ആണെങ്കിൽ അതിനൊരു ഹോൾസെയിൽ എക്സ്പാൻഷനാണ് ഒരു മാർക്കറ്റ് എക്കോസിസ്റ്റം. ഇത് റീപൊസിഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സിംഗിൾ എക്സിസ്റ്റൻസ് ഇല്ല. ഇതൊരു മൊത്തം ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപകൽപ്പനകളാണ്. അതിലൊന്നില്ലാതെ മറ്റൊന്നും നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് വേണം ഇതുപോലത്തെ സംഗതികളെല്ലാം റീപൊസിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അത് കുറേ കൂടി ഡ്യൂറബിളാണ്, വയബിളാണ്. അതിൻ്റെ പ്രോക്സിമിറ്റി, ഇൻ്റർ കണക്ഷൻസ് കുറേ കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വലിയ വാതായനങ്ങൾ, വലിയ സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. കാരണം കാലിക്കറ്റ് പോലത്തെ അർബൻ പോപ്പുലേഷൻ ഫാസ്റ്റായിട്ട് മാറുന്നു. അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്ന കാച്ച്മെൻറ്റ് ഏരിയാസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഇവിടെ ഏറ്റവും നല്ല ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ വെജിറ്റബിൾ ആയാലും മീറ്റ് ആയാലും ശരി, അതേപോലെ തന്നെ ഫുഡ് ഗ്രെയിൻ ആണെങ്കിലും ശരി, അവൈലബിലിറ്റി എൻഷുർ ചെയ്യുകയും അതിൻ്റെ സ്മൂത്ത് സപ്ലൈ എൻഷുർ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ വേണം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. ഒന്ന്, ഒരു ഹൈ എൻഡ് ആയ ലോജിസ്റ്റിക്സ് ഫെസിലിറ്റികൾ അതിന് എൻഷുർ ചെയ്യണം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സിങ്, അതേപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റികൾ ഏറ്റവും നന്നായി ചെയ്യണം. മൂന്നാമതൊരു സംഭവം എന്ന് പറയുന്നത് അതിനാവശ്യമായ മാൻ പവർ ഡിസ്ട്രിബ്യൂഷൻസും എൻഷുർ ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റിയും അതിൻ്റെ ഒരു ഫ്ലോയും കറക്റ്റ് ആയിരിക്കണം. കാരണം അത് 3ഉം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് ഒറ്റക്കായിട്ട് കാണാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പം മുമ്പത്തെ റിക്വയർമെൻ്റ് അല്ല ആളുകൾക്ക്
ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിലുള്ളത്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ ആളുകളുടെ ഏറ്റവും വലിയ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ വന്നത് ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് നല്ല സ്റ്റോറേജ് ബാക്ക് എൻഡുകൾ വേണം, നല്ല സ്റ്റോറേജ്. നമ്മളെ ഇപ്പോഴുള്ള നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രോസൺ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയുടെ അഭാവം നമുക്ക് ഒരുപാട് നഷ്ടം വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടും പ്രശ്നമാണ്, സ്റ്റോറേജും പ്രശ്നമാണ്. ഗവൺമെൻറ് ഒരുപാട് സ്കീമുകളൊക്കെ അതിന് കൊണ്ടുവരുന്നുണ്ട് സെൻട്രൽ ലെവലിൽ. കാരണം ഏത് നാടിൻ്റെയും ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഡെവലപ്പ് ആവും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ കീ ഇൻഡിക്കേറ്റേഴ്സിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് വില കൂട്ടാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ്, അവൈലബിലിറ്റി ഉറപ്പ് വരുത്തുമ്പോഴാണ് നമ്മൾ മറ്റുള്ള എല്ലാ സംഗതികളിലേക്കും ആളുകൾ വരുന്നത്. കാരണം ഒരു നാട്ടിൽ ഇപ്പോൾ കാലിക്കറ്റിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടേക്കുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കും, ഇവിടുത്തെ മോൾസിനെ ബാധിക്കും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബാധിക്കും. ഇപ്പോൾ ആളുകൾ കാലിക്കറ്റിൽ കൂടുതൽ വരുന്നതിൻ്റെ കാര്യം എന്താ? ഇതിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ ഹൈജീനായ ഫുഡും അതേപോലെ തന്നെ അവൈലബിലിറ്റി അഫോർഡബിലിറ്റിയും ഉറപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന് ശരിക്കും വേണ്ടത്, ഇതുപോലത്തെ പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുമ്പോൾ വേണ്ടത്, നമ്മുടെ ഒരു 2050 വരെയോ അല്ലെങ്കിൽ 2100 വരെയൊക്കെയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വിശാലമായ അർത്ഥത്തിലുണ്ടാക്കി അതിന് കോമ്പാക്റ്റ് ആവുന്ന രീതിയിൽ നമ്മളതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവണം. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പലപ്പോഴും റീസെൻ്റായി ഡെവലപ്പ് ചെയ്യുന്ന പല പ്രൊജക്ട് സൈറ്റുകളും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായത്, ഡ്രോയിങ്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാറ്, പലപ്പോഴും വേണ്ടത്ര സഫീഷ്യൻ്റായ റെഫ്രിജറേഷൻ ഫെസിലിറ്റിയോ അതല്ലെങ്കിൽ ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് ഫെസിലിറ്റിയോ അത് സെക്കൻഡറി തേർഡ് ലെവൽ സ്റ്റോറേജ് ഫെസിലിറ്റിയോ ഇതൊന്നും എൻഷുർ ചെയ്യുന്നില്ല. ഇത് എൻഷുർ ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് ഫുഡ് അവിടെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അത് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. നഷ്ടമുണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒരു ക്വിക്ക് ട്രേഡിംഗ് ഹബ്ബായിട്ട് മാറും. ഇപ്പോൾ നമ്മളുടെ ഇനി വരുന്ന ഡെവലപ്മെൻറ്റുകളെല്ലാം ഇപ്പോൾ എല്ലാ കമ്പനികളിലും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം ഇപ്പോൾ ഹോം ഡെലിവറീസ് കൂടി വന്നു. അതേപോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സുകൾ വരുന്നുണ്ട്. ഇവരെല്ലാം പ്രൊക്യൂർ ചെയ്യുന്നതും മിക്കവാറും ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദർ ഓഫ് ഓൾ മാർക്കറ്റാണ് ഫുഡിൻ്റെ മാർക്കറ്റ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ നമുക്കറിയാം ദുബായിൽ അതേപോലെ തന്നെ GCCയിൽ കൊറോണ വന്ന സമയത്ത് അവിടുത്തെ റൂളേഴ്സ് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം, അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അവിടെയുള്ള ഫുഡ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ, വലിയ ഹോൾസെയിൽ അതേപോലെ തന്നെ റീറ്റെയിൽ ചെയിനുകളുടെ ഓണേഴ്സിനെല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾ 3 മാസത്തേക്കുള്ള ഫുൾ ഫുഡ് അവിടെ എൻഷുർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും അതിനുള്ള സപ്പോർട്ട് അവർ ഉറപ്പുവരുത്തി. അപ്പോൾ എന്ന് വെച്ചാൽ കൊറോണൻ്റെ ഈ ബ്ലോക്ക് വന്ന സമയത്തും ലോക്ക്ഡൗൺ വന്ന സമയത്തും ഫുഡിൻ്റെ പ്രൈസ് ക്രമാതീതമായി ഉയരാതെ പിടിച്ചു നിർത്താൻ പറ്റിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും ജനജീവിതത്തിനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. അവൈലബിലിറ്റി ഇല്ലാതിരുന്നാൽ, അതേപോലെ തന്നെ ഡയറിയുടെ അവൈലബിലിറ്റി, മിൽക്ക് റിലേറ്റഡ് പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റിയും ഇതുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് മുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മുതൽ അതാത് ലോക്കൽ ഗവൺമെൻറ്റുകൾ വരെയുള്ള ഒരു ദീർഘദൂരമായ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറിനെയും ഫാമിങ്ങിനെയും അത് നന്നായിട്ട് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയുള്ള കർഷകർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓണം അടുപ്പിച്ച് നമ്മുടെ നാട്ടിൽ വെജിറ്റബിൾ ഭയങ്കരമായിട്ട് റേറ്റ് കൂടുന്നു എന്നുള്ള പരാതി കേൾക്കുന്നു. ഇതെല്ലാം ഒരു പ്ലാനിങ്ങിൻ്റെ കംപ്ലൈൻറ്റും കൂടി ഇതിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 ദിവസം മുമ്പേ അതല്ലെങ്കിൽ ഒരു ദീർഘദൂര കാലാവധിയിൽ ഇത് ഒരാൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റികൾ ഇല്ലാതാവുമ്പോൾ, അഫോർഡബിളായ രീതിയിൽ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട് ടൈമിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ, അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയ സ്റ്റേറ്റിൽ നിന്നും വരുന്ന ഷോർട്ട് ടൈമിലുള്ള സംഗതികൾ മാത്രമേ ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ഇല്ലാതിരിക്കുമ്പോൾ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറയാണ്. അപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഫെസിലിറ്റികളും സെമി ഫ്രോസൺ ആയിട്ടുള്ള ഫെസിലിറ്റികളും ലോങ് ടൈമിലേക്ക് ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റികളും ഉപയോഗിക്കണം.